ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണേ. അമ്മമ്മേന്റെ ഫാമിലിയുടെ കൂടെയാ. ഒന്ന് വന്ന് രണ്ടാമത്തേന് അമ്മേന്റെ ഫാമിലിന്ന് എപ്പോഴും വയനാട്ടിലേക്ക് പോവാം. പക്ഷെ എനിക്ക് ഇഷ്ടാട്ടോ, കുറെ കാട്ടുകൂടൊക്കെ പോവാലോ. ഈ സ്ഥലത്തിന്റെ പേര് ചേകാടി എന്നാട്ടോ. ഇത് മാമൻ, മറ്റേ ദൈവ മാമൻ. ഞങ്ങള് പോകുമ്പോ എന്റെ അത്രയുള്ള ഒരു കൊങ്ങം കുട്ടീനെ കണ്ടുക്കല്ലോ നായ. നല്ല രക്ഷയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കൂ ഇത് കൂട്ടത്തല്ലാണ്. അതൊന്നല്ല കേട്ടോ, കുറെ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോകുന്നതിന് ആവേശമാണിത്. എല്ലാവരും കൂടെ അറ്റിയാണെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പോകണം. ഈ അത്താത്തനാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തിയിട്ട് വേണം എനിക്ക് പുതിയ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഞാനും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, എന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൈമുത്തി കളിക്കുന്നുണ്ട്. എല്ലാവരും നോക്കി ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പിഴാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞമ്മ. അതപ്പറ്റി ഏതോ പോയതാണെന്ന് തോന്നുന്നത്. അങ്ങനത്തെ കളി കളിക്കാം. പക്ഷെങ്കിൽ മൂപ്പത്തി ഉണ്ടല്ലോ എല്ലാത്തിനും കൂടെ നിൽക്കും. ദേ നോക്ക്, എന്റെ അച്ഛനും അമ്മയും എന്നെ ഒഴിവാക്കിയിട്ട് മെല്ലെ അന്ന് ആഹ്ലാദിക്കല്ലേ. നടക്കട്ടെ. ഇതാണ് വലിയ അച്ചാച്ചൻ. ഈശ്വര എന്നെ തിന്നോ എന്തോ, കൊച്ചു മാടി നിൽക്കാതാണല്ലോ നല്ലത്. അമ്മ അച്ഛനും പിന്നെ നൈസായിട്ട് എന്നെ മാമന്റെ മേമ്മമാരുടെ അകത്തൊക്കെ ആക്കിയിട്ട് അവരിങ്ങനെ അരിച്ചു പൊളിക്കട്ടെ. ഞങ്ങളങ്ങനെ കാത്തുകൂടെ കുറെ പോയി. പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറിയേ. അപ്പൊ എന്തോ ഒരു സാധനം എനിക്ക് വായിൽ തന്ന്. എന്നിട്ട് ഞാനിങ്ങനെ പൊളിച്ച് എക്സ്പ്രഷൻ വെച്ചിട്ടല്ലോ. അത് കണ്ടിട്ട് ഇവർക്ക് പിന്നെയും അത് കാണണം. ഞാൻ മാക്സിമം സഹിച്ചു പിടിച്ച് ഞാനിട്ട് കൊടുത്തില്ല എന്നോടാ കളി. അങ്ങനെ ഞങ്ങൾ കാന്തമ്പാറ വെള്ളത്താറ്റത്ത് പോയിട്ടോ. നല്ല രസം കാണാൻ, എന്ത് ഭംഗിയാന്നോ. എനിക്ക് ആ വെള്ളത്തിൽ അങ്ങനെ ഭയങ്കര ആഗ്രഹം ചെയ്യണം. പക്ഷെ അങ്ങോട്ടൊന്നും പോവാൻ സമ്മതിക്കൂല. അതുകൊണ്ട് കുറച്ചു നേരം അതൊന്നും നോക്കി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഗൂ ഫോട്ടോ ഒക്കെ ഇട്ട്. അതൊന്നും ഞാൻ ഇതിൽ എഴുതിയുന്നില്ല കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ചായ അടിക്കാൻ പോയി. എനിക്ക് മധുരമുള്ളൊരു ജ്യൂസ് വേണ്ടിയിരുന്നു. അമ്മ മഞ്ഞ പോത്ത സാരമില്ല, കൊച്ചുകൂടെ വലുതായിട്ട് എനിക്ക് പന്തരമൊക്കെ ഇട്ടിട്ട് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈത്തിരി ഫാമിലിയൊക്കെ പോയിട്ടോ. അമ്മ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തില്ലേ ഒരു മാമൻ വന്നിട്ട് ഒരു പാവിന് പോത്തെടുത്തെടുത്തു. പിന്നെ ഞങ്ങളിത് കുരുതേനെടുത്ത് കാണാൻ പോയി. നല്ല രക്ഷയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന. അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മേമ അതിനെ തുളിച്ചു നോക്കുന്നു. പിന്നെ മനസ്സിലായി മേമേൻ്റെ അതേ കളർ കുപ്പായ കോപ്പി വെച്ചത് മറ്റേ ആ കളിപ്പിൽ നിൽക്കുന്നതാണ് മേമ. പിന്നെ ഇവിടെ കുറെ മീനുണ്ട്. നല്ല രസമുണ്ട്. അയ്യോ ഇതില്ലേ ഇങ്ങനെ ഇതിലടിക്കൊണ്ട് നിൽക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്ന നല്ല കാട്ടിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് പൊക്കി കൊണ്ടുപോയിട്ട് ഞാൻ പൊരിച്ചടിക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവരല്ലേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ഇതാക്കും. പിന്നെ അത് നോക്കിയില്ല, കൊച്ചു എന്തൊക്കെയോ അതിന് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ട് കൈ തന്നെ. ഞാനത് കഴിഞ്ഞിട്ട് തൊട്ട് അത് നിക്കിലിട്ടിങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെല്ലാവരും എന്തെങ്കിലും നിരന്നിരിക്കുന്നുണ്ടറിയോ. ഇനി മീനിനെ കൊണ്ട് നമ്മളെ കാലിങ്ങനെ കൊത്തിപ്പിക്കും. അതിന് തന്നെ പറയാം ഫിഷ് പായോ. ആ സ്പാ ചെയ്യാപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കും ഇരിക്കണം ഞാൻ എന്നിട്ട് അച്ഛനെ മെല്ലെ താഴോട്ട് ഇറക്കി ഞാനിങ്ങനെ കാലി വെച്ച്. അപ്പോൾ ആ മാമ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കുന്നുണ്ടേനു. ഇനി മീനെങ്ങാനും എന്നെ കുത്തി കൊണ്ടുപോയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നല്ല രസം കേട്ടോ. അത് ഒന്നുകൂടി ചെയ്യുന്നൊക്കെ ആഗ്രഹമുണ്ടേനു. പിന്നെ കുറേ പശിയുള്ള സ്ഥലത്ത് മേമയും അമ്മയും ഞാനൊക്കെ കൂടി ഇങ്ങനെ കയറി. അപ്പോൾ ഈ അരിമണി ഇട്ട് കൊടുത്താൽ അപ്പം പശി വരും. ഒരു മാമൻ കുത്തം കേട്ട മാമ എന്ത് ചെയ്തെന്നറിയാം, മേമേൻ്റെ തലയിലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറേ തലയിൽ വന്നു. അപ്പോൾ അമ്മ ഇവളെ പേടി കണ്ടിട്ട് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്ന അന്നേരാണ് ആട്ട മാമൻ വന്നിട്ട് അമ്മേൻ്റെ തലയിൽ ഒന്ന് വെച്ച് കൊടുത്തത്. അമ്മയാണെങ്കിൽ അത് പ്രതീക്ഷിക്കാതെയുള്ളത്. അപ്പോൾ അതുവരെ കളിയാക്കിക്കൊണ്ട് നമ്മ പിന്നെ കൂക്കിയായി ബഹളായി ഒന്നും പറയണ്ട. ആകെ ആഹ്ലാദിച്ച് നിൽക്കുന്ന ഞാൻ. അപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ അച്ഛന് വേറൊരു കുഞ്ഞിനെ കിട്ടിയേ, എൻ്റെ പച്ചോനെ. അങ്ങനെ പാത്തിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതേ കളത്തിൽ പാമ്പുമായിട്ട് പരമശിവൻ നിൽക്കുന്നത്. ഇത് പരമശിവനല്ലല്ലോ, മാമനല്ലേ. മാമൻ്റെ നിപ്പൊക്കെ കണ്ടങ്ങനെ വിചാരിക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് സംശയമുണ്ട് ചോദിച്ചു പോയിനോന്ന്. അത്രയും പേച്ചിട്ടാണ് മാമൻ നിൽക്കുന്നത്. അച്ഛൻ ഈ ശാനത്തിന്റെ തോലെടുത്ത് ആവേശം കണ്ടിട്ട് മേമയും പോയിട്ട് എടുത്തു നോക്കി. പിന്നെ മേമക്ക് മനസ്സിലായിട്ട് അത്ര വിചാരിച്ച അത്ര സുഖമൊന്നുമില്ല. മേമക്കാണ് ഭയങ്കര പേടി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മേമനെ റേക്കിങ് ചെയ്യാൻ തുടങ്ങി. ഒരു പാത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു വാങ്ങാമെന്ന് ഓനും പറഞ്ഞു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് കളിപ്പിച്ച്. പിന്നെ മേമ എന്ത് ചെയ്ത് മേമനെ പോലെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത്. ഇതാണ് മേമേൻ്റെ അച്ഛൻ ചെറിയച്ചൻ. ചെറിയച്ചൻ വിളിക്കുന്ന ഇഷ്ടമല്ല തോന്നുട്ടോ. ഇപ്പോഴും വൈകുന്നേരമാണ് വിചാരം. മേമ ഈ ആദ്യം കൊടുക്കുന്നുണ്ട് എന്തോ കാര്യം നേരമുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മേമ ആദ്യം കൊടുക്കൊന്നുമില്ലേനു. അങ്ങനെ മേമ അത്തത്തനെയും എന്നെ അങ്ങനെ ഊഞ്ഞാലാട്ടിയത്. ഞാനും എൻ്റെ അപ്പുറത്ത് മാമൻ്റെ മടിക്ക് നടന്നുണ്ട്. നോക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമേൻ്റെ അമ്മേനെ ഇങ്ങനെ താത്താൻ നോക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായി. എനിക്ക് ചവിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ അമ്മേനെ കണ്ടിട്ടില്ല. പാക്കിലെത്തിയതിന് ശേഷം അമ്മ ഏതോ വൈക്ക് പോയി. ഞാൻ കുറേ നേരം നോക്കി. പിന്നെ കണ്ടത് അമ്മ ആ പാക്കിൽ ഓടി നടന്ന് ഓരോന്നിൽ കയറുന്നുണ്ടേനുള്ളത്. പാക്ക് കണ്ടിട്ട് പിന്നെ എന്നെയും വേണ്ട ആരെയും വേണ്ട അത്തനെയും വേണ്ട. നിങ്ങൾ കേൾക്കും ഞാനവിടെ പോയി അന്നേരുന്നു. ഞാനിതാ വരുന്നേ വന്നേ. പിന്നെ നോക്കുമ്പോൾ അത്താത്തനും അമ്മമ്മമാരും എല്ലാവരും കൂടെ ഇങ്ങനെ ഊഞ്ഞാലാടുന്നല്ലേ.
ആ എന്നെ കുത്തിയില്ലത്തോ. അപ്പൊ പിന്നെ ചെറിയ ചാച്ചനും അച്ഛനൊക്കെ പറഞ്ഞു അമ്മക്ക് വേറെ വണ്ടിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ വണ്ടിയിൽ പോകാനോ. ചെറിയ ചാച്ചനൊക്കെ ഓടിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതാണ്. ആകെ പേടിച്ച് തോന്നുന്നു. എനിക്ക് ഭയങ്കര ധൈര്യം. പിന്നെ എല്ലാവരും എന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ചുമ്മാ ഞാൻ മുഖത്തൊരു പേടിയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്തായാലും നല്ല രക്ഷയില്ലേ കാണാൻ. അങ്ങനെ ഞങ്ങളത് ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് ഇനി കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എല്ലാം ഇട്ടിട്ട് നിങ്ങളെ ബോർഡ് എടുപ്പിക്കേണ്ടെന്ന് വെച്ചു. ഇനി അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വിടും. അതിന്റെ മുന്നേ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.